ഈ കേസ് അന്വേഷിച്ച് തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 3 പേർ അഴികൾക്കുള്ളിലാവും. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കകത്താവും. LDF ഭരണകാലത്ത് വികാസം ഉണ്ടാകുന്നത് CPMകാരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ്, അല്ലാതെ ഒരു വികാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് കേരളം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത്. ശബരിമലയിലെ സ്വർണം വരെ കൊള്ളയടിച്ചു. ശബരിമലയിലെ ശ്രീകോവിലിന്റെ, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവുമാണ് കൊള്ളയടിച്ചത്. ദ്വാരപാലക ശില്പത്തിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഒറിജിനൽ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റു. എന്നിട്ട് വ്യാജ മോൾഡ് ഉണ്ടാക്കി സ്വർണം പൂശിക്കൊണ്ടുവന്ന് വെച്ചു. ഇത് 2019 നടന്നതാണ്. പിന്നീട് അധികാരത്തിൽ വന്ന ആളുകൾ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊള്ള നടന്നത്. അവരൊക്കെ പ്രതികളാവുകയാണ്. വീണ്ടും ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇപ്പൊ മാറിയ ദേവസ്വം ബോർഡ് അവരുടെ നേതൃത്വത്തിൽ വീണ്ടും നിയമം ലംഘിച്ച് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരും ഗുരുതരമായ തെറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിച്ച് തീരുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 3 പേർ അഴികൾക്കുള്ളിലാവും. ശരിക്ക് കേസ് അന്വേഷണം നടത്തിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും അഴിക്കകത്താവും. കാരണം അവരുടെ കൂടി അനുവാദത്തോടു കൂടി, അറിവോടുകൂടിയാണ് ഒരു പ്രാവശ്യം കൊള്ള നടന്നതും രണ്ടാമത്തെ പ്രാവശ്യം കൊള്ള നടത്താൻ ശ്രമം നടത്തിയതും. അപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ എല്ലാം ഈ കപട അയ്യപ്പ ഭക്തി കാണിച്ച ഗവൺമെന്റിന് തുടരെയാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ്? ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ്. അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത്. ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. വലിയ അപകടം. പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള, പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം 4 ദിവസങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പറയാണ് ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല എന്നാണ്. അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നു. എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്, അല്ലേ? തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃശ്ചിക 1-ാം തീയതി, 17-ാം തീയതിയാണ്. ശബരിമലയിലെ സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണോ?